ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് ഈ കറണ്ട് അഫയേഴ്സൊക്കെ ഒന്ന് വായിച്ചു പോവുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലോട്ട് കിടക്കാം. 2025 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത്? ദക്ഷിണാഫ്രിക്ക. 2025 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. 2025 G7 ഉച്ചകോടി വേദി? കാനഡ. 2025 G7 ഉച്ചകോടി വേദിയാണ് കാനഡ. 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്? ബ്രസീൽ. 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീൽ. ലോക ഫുട്ബോൾ ദിനം? മെയ് 25. ലോക ഫുട്ബോൾ ദിനമാണ് മെയ് 25. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി? മൃതസഞ്ജീവനി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി? ഓർമ്മത്തോണി. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്? NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് NS മാധവൻ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത്? സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ്. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ? P സതീദേവി. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സണാണ് P സതീദേവി. ഇന്ത്യയുടെ 26ാമത് RBI ഗവർണർ? സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ 26ാമത് RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ദേശീയ ബഹിരാകാശ ദിനം? ഓഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനമാണ് ഓഗസ്റ്റ് 23. കേരള നിയമസഭാ സ്പീക്കർ? AN ഷംസീർ. കേരള നിയമസഭാ സ്പീക്കറാണ് AN ഷംസീർ. അടുത്തിടെ രാഷ്ട്രപിതാവിനെ മാറ്റിയ ഇന്ത്യയുടെ അയൽരാജ്യം? ബംഗ്ലാദേശ്. അടുത്തിടെ രാഷ്ട്രപിതാവിനെ മാറ്റിയ ഇന്ത്യയുടെ അയൽരാജ്യമാണ് ബംഗ്ലാദേശ്. 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത്? പ്രൊഫസർ KP ശങ്കരൻ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ KP ശങ്കരൻ. കേന്ദ്ര ധനകാര്യമന്ത്രി? നിർമ്മല സീതാരാമൻ. കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. സംസ്ഥാന ധനകാര്യമന്ത്രി? KN ബാലഗോപാൽ. സംസ്ഥാന ധനകാര്യമന്ത്രിയാണ് KN ബാലഗോപാൽ. കേരള ആരോഗ്യമന്ത്രി? വീണ ജോർജ്. കേരള ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി? ജഗത് പ്രകാശ് നദ്ദ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയാണ് ജഗത് പ്രകാശ് നദ്ദ. സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത്? 62 മണിക്കൂർ 6 മിനിറ്റ്. സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത്? 62 മണിക്കൂർ 6 മിനിറ്റ്. ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം? താരനഗി മൗനങ്ക. ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് താരനഗി മൗനങ്ക. നിലവിലെ കേരള ഗവർണർ? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നിലവിലെ കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത്? ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഗ്യാനേഷ് കുമാർ. കലാമണ്ഡലം ഗോപിയുടെ ആത്മകഥ? ഓർമ്മയിലെ പച്ചകൾ. കലാമണ്ഡലം ഗോപിയുടെ ആത്മകഥയാണ് ഓർമ്മയിലെ പച്ചകൾ. ISROയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത്? ഡോക്ടർ V നാരായണൻ. ISROയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് ഡോക്ടർ V നാരായണൻ. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി? ഡോക്ടർ V നാരായണൻ. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ V നാരായണൻ. 2024 സമാധാന നൊബേൽ ലഭിച്ച ജാപ്പനീസ് സംഘടന? നിഹാൻ ഹിഡാൻക്യോ. 2024 സമാധാന നൊബേൽ ലഭിച്ച ജാപ്പനീസ് സംഘടനയാണ് നിഹാൻ ഹിഡാൻക്യോ. 2024 സാഹിത്യ നൊബേൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി? ഹാൻ ക്യാങ്. 2024 സാഹിത്യ നൊബേൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻ ക്യാങ്. 2024 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചവർ? വിക്ടർ ആംബ്രോസ് അമേരിക്ക. ഗാരി റവ്കിൻ അമേരിക്ക. മൈക്രോ RNAയുടെ കണ്ടെത്തലിനും ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കിയതിനുമാണ് പുരസ്കാരം.
2024 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചവരാണ് വിക്ടർ ആംബ്രോസ് അമേരിക്ക, ഗാരി റവ്കിൻ അമേരിക്ക. മൈക്രോ RNAയുടെ കണ്ടെത്തലിനും ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കിയതിനുമാണ് പുരസ്കാരം. കേരള സർക്കാർ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1056. 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ നോവൽ കാട്ടൂർക്കടവ്. 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ നോവൽ കാട്ടൂർക്കടവ്. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ നോവൽ ഗോപ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ നോവൽ ഗോപ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന് 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന് 2023 ജൂലൈ 14. ആദിത്യ L1 വിക്ഷേപിച്ചതെന്ന് 2023 സെപ്റ്റംബർ 2. ആദിത്യ L1 വിക്ഷേപിച്ചതെന്ന് 2023 സെപ്റ്റംബർ 2. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി. നീതി ആയോഗ് ചെയർമാനാണ് നരേന്ദ്രമോദി. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെരി. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെരി. നീതി ആയോഗ് CEO VVR സുബ്രഹ്മണ്യം. നീതി ആയോഗ് CEO ആണ് VVR സുബ്രഹ്മണ്യം. 2025 നടന്ന 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി പ്രബോവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. 2025 നടന്ന 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥിയായത് പ്രബോവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു മാനന്തവാടി നിയോജകമണ്ഡലം. നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലമാണ് മാനന്തവാടി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. 54ാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം കാതൽ. 54ാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രമാണ് കാതൽ. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനം LV-M3 M4. ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനമാണ് LV-M3 M4. ആരുടെ ആത്മകഥയാണ് ധ്വനി പ്രയാണം M ലീലാവതി. ആരുടെ ആത്മകഥയാണ് ധ്വനി പ്രയാണം M ലീലാവതി. പാരീസ് ഒളിമ്പിക്സിൽ 1ാം സ്ഥാനം നേടിയത് അമേരിക്ക 126 മെഡൽ നേടി. പാരീസ് ഒളിമ്പിക്സിൽ 1ാം സ്ഥാനം നേടിയത് അമേരിക്ക 126 മെഡൽ നേടി. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ. 2024 ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. 2024 ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മോഹൻകുമാർ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് KV മോഹൻകുമാർ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ AA റഷീദ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് AA റഷീദ്. സംസ്ഥാന PSC ചെയർമാൻ MR ബൈജു. സംസ്ഥാന PSC ചെയർമാനാണ് MR ബൈജു. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. നിലവിലെ കേരള ലോകായുക്ത N അനിൽകുമാർ. നിലവിലെ കേരള ലോകായുക്തയാണ് N അനിൽകുമാർ. 38ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 18ാം ലോകസഭയുടെ സ്പീക്കർ ഓം ബിർള. 18ാം ലോകസഭയുടെ സ്പീക്കറാണ് ഓം ബിർള. 18ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. 18ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി സ്നേഹസ്പർശം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം.
മരങ്ങളുടെ അമ്മ എന്നും കാടിൻ്റെ എൻസൈക്ലോപീഡിയ എന്നും അറിയപ്പെട്ടിരുന്ന പരിസ്ഥിതി പ്രവർത്തക തുളസി ഗൗഡ. മരങ്ങളുടെ അമ്മ എന്നും കാടിൻ്റെ എൻസൈക്ലോപീഡിയ എന്നും അറിയപ്പെട്ടിരുന്ന പരിസ്ഥിതി പ്രവർത്തകയാണ് തുളസി ഗൗഡ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി ചുമതലയേറ്റത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ.